ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സെൽഫ് മാനേജ്മെന്റ് ആണ്. എങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫിനെ നന്നായി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അതിന് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മുടെ ബേസിക് ഇമോഷൻസ് ഏതൊക്കെയാണ്? ആങ്കർ, ജോയ്, സാഡ്നസ്, ദേഷ്യം, സങ്കടം, നിരാശ. ഓക്കെ, ദേഷ്യം, സങ്കടം, സന്തോഷം. ഇതൊക്കെയാണ് നമ്മുടെ 3 ബേസിക് ഇമോഷൻസ്. ഈ ഇമോഷൻസിനെ ഇഫക്റ്റീവായി മാനേജ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്കൊരു സെൽഫ് മാനേജ്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ EQ വർദ്ധിപ്പിക്കുക ഉള്ളതാണ്. ഇമോഷണൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ കോഷ്യന്റിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുക? അതിനുവേണ്ടി ഉള്ള ഒരു ആൻഷ്യൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ആ പേര് കേട്ടിട്ട് നമ്മൾ ഇതാവണ്ട. അതായത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുക, നമ്മുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സിനെ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ പ്രോബ്ലംസിലേക്കുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത് വളരെ പ്രാചീന കാലം മുതലേ മഹാന്മാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാർക്കൂസ് ഔറേലിയൂസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ അന്നത്തെ ദിവസത്തെ പ്രവർത്തികളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് മെഡിറ്റേഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അദ്ദേഹം വളരെ തൻ്റെ പേഴ്സണാലിറ്റിയെ വിലമതിച്ചിരുന്നു, തൻ്റെ സെൽഫിനെ ഏറ്റവും അധികം വിലമതിച്ചിരുന്നു എന്നുള്ളതിന് ഉദാത്തമായ തെളിവാണ് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് 2 അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. നമ്മുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ. രണ്ടാമതായിട്ട് ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇൻട്രാ പേഴ്സണൽ നമുക്ക് നമ്മോടുള്ള ബന്ധം. അപ്പം നമുക്ക് വ്യക്തികളോടുള്ള ബന്ധം, നമുക്ക് നമ്മോടുള്ള ബന്ധം, ഇത് രണ്ടിനെയും നല്ലതാക്കാൻ, ഇഫക്റ്റീവ് ആക്കാൻ നമുക്ക് ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് വഴി സാധിക്കുമെന്നാണ്. അപ്പം നമ്മൾ ദിവസവും നമ്മളെല്ലാവരും യൂണീക്കാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നിരുന്നാലും നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആകുന്ന ദിവസത്തിൽ എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ ഒരു 15 മിനിറ്റ്സോ ഒരു 10 മിനിറ്റ്സോ കണ്ടെത്തി നമ്മുടെ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുകയും പോസിറ്റീവ്സ് നെഗറ്റീവിനെ കണ്ടെത്തുകയോ പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എഴുതാൻ സാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും അതോടൊപ്പം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിനെയും ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പിനെയും കൂട്ടിക്കൊണ്ടുവരുവാനും നല്ലൊരു സെൽഫ് മാനേജ്മെന്റിലേക്ക് വരുവാനുമായിട്ടും നമുക്ക് ഇതുവഴിയായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ ലെറ്റ് us try to practice it. Thank you, friends.